Hello friends. So ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷ അല്ലെങ്കിൽ ജ സൗണ്ട്. ഇത് രണ്ടും ഭയങ്കര കോമൺ സൗണ്ട്സ് ആണ്. സോ ഇതൊക്കെ എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് കറക്റ്റ് രീതിയിൽ ഒരു വാക്ക് ഉച്ചരിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓൾറൈറ്റ്, ഇത് ഇംഗ്ലീഷ് ഫിനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഭാഗത്തിനാണ് ഫിനറ്റിക്സ്. ഇതൊരു ലിറ്ററലി ഒരു ഫീൽഡുണ്ട് ഇംഗ്ലീഷിൽ പഠിക്കാനായിട്ട്. സോ അതെടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രൊനൗൺസിയേഷനൊക്കെ അടിപൊളിയായിരിക്കും. ഓൾറൈറ്റ്, സോ എല്ലാവർക്കും ക്യാപ്ഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞങ്ങൾ ഗ്യാരണ്ടി. ഓൾറൈറ്റ്, സോ എന്താണ് ഷ സൗണ്ട്? ഷ അതായത് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ ഇങ്ങനത്തെ ഒരു ഫോമിലാണ് കേട്ടോ. IP റെപ്രസെൻറ്റേഷൻ റെപ്രസെൻറ്റഡ് യൂഷ്വലി ബൈ CH ഇൻ എ വേർഡ്. ഷ നമ്മൾ പറയില്ലേ. പ്രൊനൗൺസിയേഷൻ ഡസൻറ്റ് റിക്വയർ എ സൗണ്ട് ഫ്രം ദ ത്രോട്ടിന്, അതായത് തൊണ്ടയിൽ നമ്മൾ അങ്ങനത്തെ ഉള്ള ഒന്നും ഇടണ്ട. അതായത് ഷ സാധാരണ ഷ എന്നുള്ള ഇതാണ്. IP റെപ്രസെൻറ്റേഷൻ ഇതാണ് അതിൻ്റെ സിമ്പിൾ. ഓക്കെ, IP എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫിനറ്റിക്സ് ആൽഫബറ്റ്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിലാണ്. അപ്പം അത് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരുപക്ഷെ ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് എന്ത് സൗണ്ടാണെന്ന്. ഓൾറൈറ്റ്, നമ്മൾ അത്രയും കോംപ്ലിക്കേഷൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സോ CH മേക്കിംഗ്, ഇത് അതായത് CH കൊണ്ട് തുടങ്ങുന്നത് ഈ ഒരു സൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത്തരം വാക്കുകൾ ഏതൊക്കെയാണ്? ചീക്ക്, കണ്ടോ? ഷൂസ്, ചീക്ക്, ചേഞ്ച്ഡ്, ഷീപ്പ്, ചൈൽഡ്. അതുപോലെ തന്നെ വേറെ ഏതാണ്? സ്പിനാച്ച്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടത് മൊത്തം സ്റ്റാർട്ടിംഗ് ലെറ്ററിലാണ്, വേർഡിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്, ബിഗിനിങ്ങിലാണ്. ഇവിടെ നോക്ക്, സ്പിനാച്ച്, സച്ച്, ടീച്ചർ, റിച്ച്, കണ്ടോ? ബഞ്ച് ഓഫ് ബുക്സ് അല്ലെങ്കിൽ ബഞ്ച് ഓഫ് ലീവ്സ്. ഓക്കെ, ഇനി TCH ഇല്ലേ, ഈ ഒരു സംഭവം, ഈ സൗണ്ട് ഏതൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അത് അത്തരം വാക്കുകൾ നമുക്ക് നോക്കാം. മാച്ച്, ഇവിടെ നമ്മൾ ടീയുടെ ഉച്ചാരണം ചെയ്യുന്നില്ല. മാച്ച് എന്നല്ല, മാച്ച്. കിച്ചൺ, വാച്ച്, സ്കെച്ച്, അതുപോലെ തന്നെ ഫെച്ച്. ഗ്രേറ്റ്. അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റിമൈൻഡർ അബൌട്ട് Capshine's 30-day free trial. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ലേൺ ആൻഡ് പ്രാക്ടീസ് എസ് എ ഗ്രൂപ്പ്. അതായത് ഒരു ഗ്രൂപ്പിലിരുന്ന് പഠിക്കാം, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, നമ്മുടെ ഐഡിയാസ്, നമ്മുടെ നോളജ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. കൂടാത്തതിന് മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ, നിങ്ങളുടെ പെർഫോമൻസ് ഒരു മാസത്തിൽ എത്രത്തോളം പോയി, എവിടെയൊക്കെ ലാഗ് ചെയ്യുന്നു, എവിടെയൊക്കെ നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നു, നിങ്ങൾക്ക് സ്വയം ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. കൂടാത്തതിന് കസ്റ്റമൈസ് ഫീഡ്ബാക്ക് തരാൻ നിങ്ങളുടെ കയ്യിൽ ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും. എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും. ആൻഡ് ഡെയിലി മൈക്രോ ലെസൺസ് തരുന്നതായിരിക്കും. ആൻഡ് ലൈവ് ക്ലാസ്സസ്, ഇൻസ്ട്രക്ടറുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം. ലൈവ് ക്ലാസ്സിൽ ഓൺ ദ സ്പോട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇത്തരം രീതിയിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസിയെ മെച്ചപ്പെടുത്താൻ ഇത് അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓൾറൈറ്റ്, സോ ഡോണ്ട് മിസ് ഇറ്റ്. TU മേക്കിംഗ് സൗണ്ട്. TU വരുന്ന ചില വാക്കുകളിൽ ഏതൊക്കെയായിരിക്കും? നേച്ചർ, കണ്ടോ? ഇവിടെ നമ്മൾ TMUവിൻ്റെ ഒരു ഉച്ചാരണം തന്നെ ചെയ്യുന്നില്ല. നേച്ചർ, അവിടെ നമ്മൾ ന്റെ ഉച്ചാരണം ചെയ്യുന്നത്. നേച്ചർ. പിക്ചർ, മാനുഫാക്ചർ, ലെക്ചർ, കൾച്ചർ. കണ്ടോ? ഇത്തരം വാക്കുകളിൽ TMU ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഈ ഭാഗങ്ങൾ മൊത്തം സൗണ്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഇത്തരം രീതിയിൽ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം വെച്ചാൽ പ്രൊനൗൺസിയേഷൻ നമ്മൾ തെറ്റായിട്ട് പറയുമ്പോഴല്ലോ ചില വാക്കിൻ്റെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. മാക്സിമം പ്രൊനൗൺസിയേഷൻ മെച്ചപ്പെടുത്താൻ നോക്കുക. ഗ്രേറ്റ്. ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട്. ജ എന്താണ്? അതായത് റെപ്രസെൻറ്റഡ് യൂഷ്വലി ബൈ J ഇൻ എ വേർഡ്. ജെൻ്റെ സൗണ്ടില്ലേ, അതാണ് യൂഷ്വലി. പ്രൊനൗൺസിയേഷൻ റിക്വയർസ് എ സൗണ്ട് ഫ്രം ത്രോട്ട്. കേട്ടോ, ഇവിടുന്ന് ജ അതിന് വേണ്ട ജ, അത് ഉള്ളിൽ നിന്നാണ് വരുന്നത്, ത്രോട്ടിൽ നിന്ന്. IP റെപ്രസെൻറ്റേഷൻ വന്ന് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതാണ്, അതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഗ്രേറ്റ്. സോ J മേക്കിംഗ് ജ സൗണ്ട്. ജോബ്, ജാക്കറ്റ്, കണ്ടോ? ജോബ് അല്ല, ജോബ്. വാട്ട്സ് യുവർ ജോബ്, കണ്ടോ? ഉള്ളിൽ നിന്നാണ് വന്നത്. ജാക്കറ്റ്. ജോയിൻ, പ്ലീസ് ജോയിൻ. ജ്യൂസ്, ജസ്റ്റ്. അതുപോലെ തന്നെ GE മേക്കിംഗ് ജ സൗണ്ട്.
change, change. Age, age. Page, language, language. Message. ഇനി other combination of letters making j sound. അത് ഏതൊക്കെയായിരിക്കും? Giant, gym, edge, educate. ഇവിടെ നമുക്ക് കണ്ടോ ജന്റെ ഒരു ലെറ്റർ തന്നെ ഇല്ല, പക്ഷെ നമ്മളിത് എഡ്യൂക്കേറ്റ് എന്ന് പറയും, അത് തെറ്റാണ്. ഇറ്റ്സ് എഡ്യൂക്കേറ്റ്. ജ സൗണ്ട് ആണ് അവിടെ വരേണ്ടത്. എഡ്യൂക്കേറ്റ്. സോൾജിയർ, നോട്ട് സോൾഡിയർ. സോൾജിയർ. ജ സൗണ്ട് ആണ് അവിടെ വരേണ്ടത്. സോ ഇത്തരം രീതിയിൽ, അതുപോലെ തന്നെ ജെന്റിൽ. ഗ്രേറ്റ്. സോ ഇത്തരം രീതിയിൽ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകളുടെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നമ്മൾ ഒരാളുടെ കൂടെ ഒരു കോൺവെർസേഷൻ നടത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ എന്താ പറയുക തോട്ട്സും ഇമോഷൻസും കൺവേ ചെയ്യാൻ പറ്റും. തെറ്റായ രീതിയിൽ ഇപ്പം എഡ്യൂക്കേറ്റ് ചെയ്യണം, അത് കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ പിന്നെ നമുക്ക് തന്നെ തോന്നും അയ്യോ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തണമല്ലോ എന്ന്. അപ്പം പ്രോപ്പർ രീതിയിൽ ഇപ്പം നമ്മുടെ മലയാളത്തിൽ തന്നെ വേറെ ആരും മലയാളം അറിയുന്ന ആൾക്കാർ കഷ്ടപ്പെട്ട് ഏതെങ്കിലുമൊക്കെ വാക്കുകൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കുകൾ മിസ്പ്രൊണൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് നമുക്ക് തന്നെ തിരുത്താൻ തോന്നില്ലേ. അപ്പോൾ അതാണ് ഇംഗ്ലീഷ് പ്രത്യേകിച്ച് മാക്സിമം നമ്മളുടെ ലാംഗ്വേജ് അല്ലാത്ത കാരണം മാക്സിമം പ്രൊണൗൺസിയേഷൻ മെച്ചപ്പെടുത്താൻ നമ്മൾ തന്നെ തിരുത്തി അത് വൃത്തിയാക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. ഗ്രേറ്റ്. സോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു 30 days ഫ്രീ ടൈം കിട്ടാൻ visit capshine.com അല്ലെങ്കിൽ Capshine ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.